കഴിഞ്ഞോ നിന്റെ വാശി? അല്ല, മുത്തശ്ശി എന്നെ തോൽപ്പിക്കാൻ നിൽക്കല്ലേ? ചാവൂന്ന് പറഞ്ഞ് വേറൊരാളും. ആ, മുത്തശ്ശി കഴിച്ചേ. ഹലോ, കഴിക്കും. അമ്മയും ഭക്ഷണം കഴിച്ചിട്ടില്ല. അമ്മ ആർക്കും കിട്ടാതെ ഹാളിൽ വന്നിരിക്കുക. ഞാൻ പോയിട്ട് വരാം. എന്തെയ്യോടാ? അമ്മയെ ഞാൻ കഴിപ്പിച്ചോളാം. മുത്തശ്ശി ഇത് കഴിക്കും. എന്താ? ഞാൻ ഭക്ഷണം കഴിച്ചു, നീ അമ്മ കഴിക്കും. എനിക്ക് വേണ്ട. അതിന് ഞാനല്ലേ നിരാഹാരം തുടങ്ങിയത്, ഞാനത് അവസാനിപ്പിച്ചു. പിന്നെ ഇപ്പം എന്താ? എനിക്ക് നിന്നെ വിശ്വാസമില്ല. ഇപ്പൊ വിശ്വാസമായോ? ഇനി അമ്മയ്ക്ക് കഴിക്കാലോ. കഴിക്കമ്മേ. നീ വയറ് വിശന്നിരിക്കുമ്പോ എനിക്കിറങ്ങൂ. ദേ, ഇനി ഇങ്ങനത്തെ തീരുമാനമൊന്നും എടുക്കരുത്, കേട്ടല്ലോ? ഇല്ലമ്മേ. മതി. ഭഗവാനെ, ഒരു പ്രശ്നമില്ലാതെ എല്ലാരും ഭക്ഷണം കഴിച്ചല്ലോ. അല്ലെങ്കിൽ എനിക്കിന്ന് ഉറങ്ങാൻ പോലും പറ്റില്ലായിരുന്നു. എന്ത് പറ്റി? ഒന്നുമില്ല. താനിപ്പോ കുളിച്ചോ? ആ. എന്തിനാ കുളിക്കാൻ പോയത്? അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെ കിടന്ന് തുമ്മുന്നത്? ഞാൻ അടുക്കളയിലെ ജോലി കഴിഞ്ഞാ എന്നും കുളിക്കാറുണ്ട്. ഇതിപ്പോ ഇങ്ങനെ വന്നാ എന്താ ചെയ്യാ? തുമ്മല് വന്നാ തുമ്മും, അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാ? തന്റെ കലി അടങ്ങില്ല ഇതുവരെ അല്ലേ? അതെ, പറയണമെന്ന് പറഞ്ഞ കാര്യം താൻ പറഞ്ഞില്ലെങ്കിലും തന്റെ സങ്കടം കണ്ട് മനസ്സലിഞ്ഞിട്ടാ ഞാൻ ഭക്ഷണം കഴിച്ചത്, കേട്ടല്ലോ?
താൻ എന്നോട് പറയണ്ട. പക്ഷേ തനിക്ക് എന്നെ ജീവനെ പോലെ ഇഷ്ടമാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഭക്ഷണം കഴിക്കാൻ തന്നത് നിർബന്ധിച്ചതൊക്കെ മനുഷ്യത്വത്തിന്റെ പേരില. ഒരാള് പോലും അത്താഴപ്പട്ടിണി കിടക്കാൻ പാടില്ലെന്ന് അച്ഛൻ എപ്പോഴും പറയും. നമ്മളെ കൊണ്ടാവുന്നത് ചെയ്യണമെന്നും പറയും. അതാ ഞാനിന്ന് ചെയ്തത്. ആ, ദേ, ഇത് കള്ളം പറഞ്ഞു എന്റെ. ഞാനൊരു കള്ളവും പറഞ്ഞിട്ടില്ല, സത്യം തന്നെയാ പറഞ്ഞത്. ദേ, ഞാൻ പറഞ്ഞേക്കാം, ഇതെന്നെ വാശി പിടിപ്പിക്കലാണേ. ഇനി ഇതിൽ കൂടിയ കാര്യങ്ങൾ ഞാൻ ചെയ്യും. അപ്പോ എന്താ തിരിച്ച് ചെയ്യുന്നത് എനിക്കൊന്ന് അറിയണമല്ലോ. എന്ത് ചെയ്യാനാ? അത് ഞാൻ ചെയ്യും. അപ്പൊ കണ്ടോ താൻ. ഓ, അപ്പോ എന്നെ മറ്റുള്ളവര് വെറുക്കുന്ന കാണാൻ ഇഷ്ടം ആണെങ്കിൽ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തോളാം. അല്ലെങ്കിലും ഞാൻ ജീവിതത്തിൽ അങ്ങനെ സന്തോഷിച്ചിട്ടൊന്നുമില്ലല്ലോ. സങ്കടങ്ങളൊക്കെ നല്ല ശീലോ. നേരത്തെ ചാവെന്ന് പറഞ്ഞല്ലേ എന്നെ ഭീഷണിപ്പെടുത്തിയത്. ചാകുന്നതിനെ കുറിച്ച് ഒരുപാട് നേരത്തെ ചിന്തിച്ചിട്ടുള്ളവളാ ഞാൻ. അതിനൊക്കെ തയ്യാറെടുത്തതുവാ. എടോ, താൻ വെറുതെ. നിങ്ങളുടെയൊക്കെ ജീവനെ നല്ല വിലയാ. എനിക്കതില്ല. ഞാൻ വേണ്ടെന്ന് വെച്ചാൽ എല്ലാം അവിടെ കൊണ്ടങ്ങ് തീരും. അതെ, പോയി കിടന്നോ. ഇങ്ങനൊന്ന് സംസാരിക്കുന്നാണ്ട് അവിടെ ഭൂകമ്പം ഉണ്ടാവും. ഓ, ഇഷ്ടമാണെന്നൊരു വാക്ക് അയാളെ കൊണ്ട് പറയിപ്പിക്കണം. അത് ഇന്ന് തന്നെ പറയിപ്പിക്കണം. ഓഹോ, എങ്കിലേ ഇന്നിത് കൈയോടെ പിടിക്കണം. പ്രിയങ്ക തന്നെ പിടിക്കണം. പ്രിയങ്ക, പ്രിയങ്ക, ഒന്ന് എഴുന്നേറ്റ്. എന്താ? ആ, നീ ഒന്ന് എഴുന്നേറ്റ് വന്നേ. നിനക്കേ ഞാനൊരു കാഴ്ച കാണിച്ചു തരാം. എന്ത് കാഴ്ച? നിന്റെ ചേച്ചിയുടെ തനി സ്വഭാവം. നിന്റെ ഭർത്താവിനോടുള്ള ചേച്ചിയുടെ ഇഷ്ടം കാണണ്ടേ നിനക്ക്? വരുൺ ഇപ്പൊ എവിടെയാണെന്ന് അറിയണ്ടേ നിനക്ക്? രാധികയുടെ മുറിയില്. ഏട്ടത്തി എന്താ പറയുന്നേ? അതെ, ഞാനിത് കണ്ടിട്ടായി ഓടി വരുന്നേ. നീ ഒന്ന് എഴുന്നേറ്റ് വന്നേ. വാ, എഴുന്നേക്ക്. വാ വാ വാ. ആ, പിന്നെ പ്രിയങ്കെ, രണ്ടെണ്ണത്തിനെ കൈയോടെ പിടിക്കണം. അവരെ എന്ത് കള്ളം പറഞ്ഞാലും നീ വിശ്വസിക്കരുത്, മനസ്സിലായല്ലോ? വാ ഇങ്ങോട്ട്. എന്താ ഇവിടെ? രാധിക മോൾക്ക് നല്ല പനി.
മുത്തശ്ശി എപ്പോഴാ ഈ മുറിയിലേക്ക് വന്നേ? ഞാൻ കുറെ നേരമായിട്ട് വിടണ്ടല്ലോ, എന്തു പറ്റി? മരുന്ന് കൊടുത്തിട്ടുണ്ട്. കണ്ണു തുറക്കുന്നത് വരെ ആരെങ്കിലും ഒരാൾ നോക്കിയിരിക്കണം. പ്രിയങ്കെ, നീ ഇവിടെ ഇരുന്ന്. വേണ്ട, ഞാനിരുന്നാലും ഉറങ്ങിപ്പോവും മുത്തശ്ശി. ഏട്ടത്തിരിക്കുവോ കാവലായിട്ട്? അയ്യോ, നിങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നാ മതി. ആ എന്നാ പിന്നെ ഏട്ടത്തിയല്ല, ഉറക്കം കളയണ്ട. പിന്നെ ഏട്ടത്തിന്റെ മാത്രമല്ല, വേറെ ആരുടെയും. പ്രിയങ്കെ, അത് ഞാനേ ഈ ഏട്ടത്തേക്ക് ഭ്രാന്തം. അത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കണ്ടു തോന്നുന്നു. മനുഷ്യന് ഉറക്കവും കളഞ്ഞു. ഛെ. ഓ, എന്നാൽ ഈ മുത്തശ്ശി എവിടുന്ന് വന്നു? ഛേ. നന്നായിട്ട് പനിക്കുന്നുണ്ടല്ലോടാ. ഞാൻ പറഞ്ഞില്ല മുത്തശ്ശി, രാത്രി ഭക്ഷണം കഴിച്ചിട്ട് പോയി കുളിച്ചിരുന്നു. തുമ്മിക്കൊണ്ടാ നടന്നുകൊണ്ടിരുന്നേ. മുത്തശ്ശി, നമുക്ക് ഇയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാലോ? ഗുളിക കൊടുത്തല്ലോ, ചിലപ്പോ നന്നായിട്ടൊന്ന് വേർത്ത പനി വിട്ടു. കുറച്ചു നേരം നോക്കാം, എന്നിട്ട് എന്തെങ്കിലും ചെയ്യും. ആ, നീ ആ കാലൊന്ന് ചൂടാക്കി കൊടുക്ക. ഉം. നല്ല പനിയാ, അതാ ഈ പിച്ചുമ്പേയും പറയുന്നേ. എന്താ ശ്യാമേ പറയുന്നത്? ഈ സമയത്ത് മോളെ ഇങ്ങോട്ട് വിളിക്കേണ്ട കാര്യമുണ്ടോ? മനസ്സിന് വല്ലാത്തൊരു ഭാരം തോന്നായെടുത്തി. എവിടെയാണെങ്കിലും അവള് സേഫ് അല്ല എന്നൊരു തോന്നല്. അതെ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് മക്കളെ കുറിച്ച് അധികം ടെൻഷൻ പാടില്ല എന്നാ. എത്രയോ അമ്മമാരുടെ സ്നേഹമുള്ള കുട്ടികള് UK-യിലും അമേരിക്കയിലും ഒക്കെ പഠിക്കാൻ പോകുന്നു, വർക്ക് ചെയ്യുന്നു. ആ അമ്മമാരൊക്കെ എങ്ങനെ സമാധാനായിട്ടിരിക്കുന്നെ? എടുത്തി പറയുന്നത് ശരിയാ, പക്ഷെ അവരുടെ ഒന്നും പുറകെ ഇത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ലല്ലോ. മോളുടെ കാര്യം അങ്ങനെയാണോ? സത്യത്തിൽ എടുത്തി പറഞ്ഞത് നല്ലൊരു മാർഗമായിരുന്നു. എവിടെയെങ്കിലും ഒരു ദൂരത്തേക്ക് മോളെയും കൊണ്ടങ്ങ് പോയാലോ. അപ്പൊ പിന്നെ ഇവിടെയുള്ള ഈ പ്രശ്നങ്ങളൊന്നും അവളുടെ നേർക്ക് വരില്ലല്ലോ. അതിനെന്തൊക്കെ കടമ്പകൾ കടക്കണം? ആദ്യം അമ്മയാണെന്ന് അവൾ അംഗീകരിക്കണം. അത് കഴിഞ്ഞ് ഉറ്റവരെ വിട്ടുപോവാൻ അവര് സമ്മതിക്കണം. അതൊക്കെ 1-2 ദിവസം കൊണ്ട് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഏറ്റവും ചുരുങ്ങിയത് ഐശ്വര്യയുടെ മുന്നിൽ നിന്നെങ്കിലും അവളെ ഒന്ന് മാറ്റി നിർത്തിയാൽ മതിയായിരുന്നു. എന്റെ പേടി മുഴുവൻ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴാ. അക്കാര്യത്തിൽ ശ്യാമയെ ഞാൻ കുറ്റപ്പെടുത്തും. ഐശ്വര്യ ഈ രീതിയിൽ ശ്യാമയെ പിടിമുറുക്കാൻ പാടില്ലായിരുന്നു. എന്തെങ്കിലും ഉറപ്പിച്ചൊരു വാക്ക് പറഞ്ഞ ഇറക്കി വിടേണ്ടതായിരുന്നു ഐശ്വര്യ. ഞാൻ മനസ്സ് തളർന്ന് കിടക്കുമായിരുന്നില്ല എടുത്തി. അപ്പൊ ഐശ്വര്യടുത്ത് എല്ലാം ഇങ്ങ് ഏറ്റെടുത്തു. പിന്നെ പതുക്കെ പതുക്കെ ചെറിയ എതിർപ്പുകൾ പ്രകടിപ്പിച്ചപ്പോ ഐശ്വര്യടുത്ത് കൂടുതൽ ശക്തിയുമായി. എങ്ങനെയാ ശക്തി ആയത്? ശ്യാമയുടെ പണം, ശ്യാമയുടെ സമ്പത്ത്, ശ്യാമയുടെ പബ്ലിസിറ്റി, അതുകൊണ്ടൊക്കെയാ. അല്ലാതെ ഐശ്വര്യക്ക് എന്താ സ്വന്തമായിട്ടുള്ളത്? എടുത്തി അതൊക്കെ അങ്ങ് വിട്ടുകളയെ.
പറ്റിപ്പോയ അബദ്ധങ്ങളെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇനിയിപ്പോ പൂജാമുറിയിലേക്കാണോ? ഇല്ല, ഞാൻ ഉറങ്ങാൻ പോവാ. എന്നാ കിടന്നോളൂ. മോൾ അവിടെ സമാധാനമായിട്ട് കിടക്കുന്നുണ്ടാവും. ശരി അടുത്തേ. നല്ല പനിയായിരുന്നു. ഉറക്കത്തിൽ കിടന്ന് എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഞാനൊന്നും അറിഞ്ഞില്ല മുത്തശ്ശി. നല്ല ക്ഷീണമുണ്ട്. പാതിരാത്രി ഷവറിന്റെ കീഴിൽ പോയി നിന്ന പിന്നെ എങ്ങനാ? ഞങ്ങള് കുറെ നേരമായിട്ട് ഇവിടെ ഇരിക്കുകയായിരുന്നു. ഇപ്പൊ ഭേദമുണ്ട്. പനി വിട്ടു. നിങ്ങൾ പൊയ്ക്കോ. ചെല്ല. അതൊന്നും ശരിയാവില്ല. തൽക്കാലം ഞങ്ങൾ പറയുന്നത് കേട്ട് താൻ അടങ്ങി ഒതുങ്ങി അവിടെ കിടന്നാ മതി. മുത്തശ്ശി, വരുൺ ഇവിടെ ഇരിക്കുന്നത് അച്ഛനും അമ്മയും കണ്ട പ്രശ്നമാവും. നീ പോയി കിടന്നോ. അതെ മുത്തശ്ശി, അവള് പറഞ്ഞതിൽ കാര്യമുണ്ട്. കൽപ്പനയോ പ്രിയങ്കയോ കാണുന്നത് പോലെയല്ല പത്മിനിയോ പരമേശ്വരനോ കാണുന്നത്. ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. എഴുന്നേറ്റ് പോ. ഞാൻ നോക്കിക്കോളാം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിക്കണം മുത്തശ്ശി. നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. കൂടെ ഇരുന്ന് പരിചരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അവസ്ഥ തനിക്കറിയാലോ. താൻ കരയാതിരിക്കാൻ വേണ്ടിയിട്ടാ ഞാനിപ്പോ പോകുന്നത്. ഉറക്കത്തിലെ അമ്മയെ വിളിച്ചു. പിന്നെ ആരോടൊക്കെയോ തെറ്റും മാപ്പും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ ചെയ്യുന്നൊക്കെ തെറ്റ് തന്നെയല്ലേ മുത്തശ്ശി? തെറ്റ് തന്നെ, പൂർണ്ണമായിട്ടും തെറ്റ് തന്നെ. മോളെ, നമുക്ക് ചുറ്റും നിൽക്കുന്നവർക്ക് വേണ്ടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് വിട്ടുവീഴ്ചകളാവാം, വിട്ടുകൊടുക്കലും ആവാം. എല്ലാവരുടെയും കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടത്തില് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെയാ ചെയ്യേണ്ടത്. അത് മറ്റൊരാൾ ചെയ്യില്ല. നീ പറയുന്ന ന്യായങ്ങളൊക്കെ മുത്തശ്ശിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അതിനുള്ളിലും വലിയൊരു സത്യമുണ്ട്. വരുൺ നിന്റെ കഴുത്തില് ചാർത്തിയ താലി, അത് കഴുത്തിലിട്ടുകൊണ്ട് അവനെ മറ്റൊരു പെണ്ണിനു വിട്ടുകൊടുക്കാൻ അതവൾ ആരായാലും നീ തയ്യാറാകുന്നു എന്ന് പറഞ്ഞ അത് നീ നിന്നെ തന്നെ ചതിക്കുക. എല്ലാം അറിഞ്ഞുകൊണ്ട് മുത്തശ്ശിക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റുന്നത്? എനിക്ക് നിങ്ങൾ രണ്ടുപേരെയും വേണം. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കുന്ന ദിവസമാണ് മുത്തശ്ശി സ്വപ്നം കാണുന്നത്. അത് സ്വപ്നം മാത്ര. അത് യാഥാർത്ഥ്യമാവും ഉചിതമായ തീരുമാനം നീ എടുക്കുകയാണെങ്കിൽ. അല്ല, കുറെ കാലം കഴിഞ്ഞ് ആലോചിക്കുകയാണെങ്കിൽ അതിന്റെ നഷ്ടബോധം മാത്രമേ കാണൂ. നമ്മുടെ മുമ്പില് ചെറിയൊരു കാലയളവേ ഉള്ളൂ. അതിങ്ങനെ കണ്ണീര് മാത്രം കുടിച്ച് ജീവിച്ച് തീർക്കണമെന്നില്ല. അതിഷ്ടപ്പെട്ട രീതിയിൽ ചെലവഴിച്ച് തീർക്കാം. കരയേണ്ട മോളെ, ക്ഷീണമുണ്ട് മോക്ക്. കുറച്ചുകൂടി കിടന്നു. ഞാൻ ഇന്നിവിടെ തന്നെ നിൽക്കാം. എനിക്കങ്ങനെ വിട്ടുപോകാൻ പറ്റില്ലല്ലോ. നിന്നെ എന്നെ ഏൽപ്പിച്ചിട്ടല്ലേ നിന്റെ ഭർത്താവ് പോയത്. മോളെ, കരയല്ലേ.
വാ കിടന്നു. വിഷമിക്കണ്ട, എല്ലാം മാറും കുട്ടി. എല്ലാ വേദനയും ദൈവം തിരിച്ചെടുത്തോളും.